ഹലോ ഗൈസ്, എല്ലാവർക്കും BHS001 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ കീബോർഡും മൗസും ആയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടതായിരുന്നു. ഇതാണ് ഗൈസ് കീബോർഡ്, പിന്നെ ഇതാണ് മൗസ് ഞാൻ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ്. ഒരു ദിവസം മുമ്പേ വന്നത്. അപ്പോൾ ഞാൻ മൗസ് ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് കീബോർഡ്. ഇത് ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു ഗെയിമിംഗ് കീബോർഡാണ് ഗൈസ്. ഇതിൻ്റെ പേര് MK700VS എന്നാണ്. അപ്പോൾ ഇതൊരു RGB കീബോർഡാണ് ഗൈസ്. ഗെയിമിംഗ് ആണ്, നല്ല അടിപൊളി കീബോർഡാണ് എന്നാണ് റിവ്യൂസൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്. ഇതാണ് ഗൈസ്, ഇങ്ങനെയാവും ആ കീബോർഡ് ഉണ്ടാവുക എന്നാണ് പറയണത്. നമുക്കെല്ലാം തുറന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ബാക്കിലൊരു സെല്ലോ ടാപ്പ് ഉണ്ട് ഗൈസ്, അത് ഫസ്റ്റ് ഓപ്പൺ ആക്കാം. അയ്യോ, ജസ്റ്റ് ഒന്ന് കയറി ഗൈസ്, ഓപ്പൺ ആക്കി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വലിച്ചാൽ കിട്ടും. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓപ്പൺ ആക്കി നോക്കാം. ഓ ഗൈസ്, ഫുൾ വൈറ്റ്, നല്ല കീബോർഡാണ് ഗൈസ്. ഇത് കാണുമ്പോൾ ഫസ്റ്റ് നോട്ടത്തിൽ നല്ല അടിപൊളി കീബോർഡാണ്. നമുക്ക് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് കീബോർഡ് ഗൈസ്. കവർ ഊരി മാറ്റാം നമുക്ക്. കവറിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഫുൾ വൈറ്റ് കീബോർഡാണ് ഗൈസ്. ഞാൻ വൈറ്റാണ് ഓർഡർ ചെയ്തത്. പിന്നെ ബ്ലാക്കും അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. ആമസോണിൽ പോയിട്ട് ഈ പേര് അടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് കീബോർഡ് കിട്ടും. കവർ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഒപ്പം ഒരു C ടൈപ്പ് കൺവേർട്ടറും കൂടി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പിന്നൂരാം ഫസ്റ്റ്. നല്ല ലെങ്ത്തുള്ള കേബിളാണെന്നാണ് ഗൈസ് തോന്നുന്നത്. നോക്കി നോക്കാം. ഗൈസ്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്കിപ്പോൾ ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. ഓ ഗൈസ്, നല്ല അടിപൊളി ലൈറ്റാണ് ഗൈസ്. ഇതിൽ പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയെടുത്തതാണ്. ഇതാണ് ലൈറ്റിൻ്റെ സ്വിച്ച് ഗൈസ്. ഈ FN സ്വിച്ചും ലൈറ്റിൻ്റെ സ്വിച്ചും ഒപ്പം അമർത്തിയാൽ നമുക്കിത് ഇങ്ങനെയാവും. ഓഫായി ഓണായി ഇങ്ങനെ ഇതാവും. അപ്പോൾ നമുക്കത് മാത്രമല്ല, ഈ FN സ്വിച്ച് ഞെക്കി പിടിച്ചിട്ട് PG ഡൗൺ ആക്കിയാൽ മൈനസ് ആക്കിയാൽ ഇത് ലൈറ്റ് ഡിമ്മാവും. പിന്നെ അപ്പ് ആക്കിയാൽ ബ്രൈറ്റും ആവും ഗൈസ്. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി കീബോർഡാണ് ഗൈസ്. ഫീച്ചേഴ്സും നമ്പർ പാഡ് ഇതിൽ വരുന്നില്ല ഗൈസ്. അങ്ങനത്തതാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമ്പർ പാഡ് വരുന്നതും ഉണ്ട് ഇതിൽ. നല്ല സോഫ്റ്റ് ടച്ചാണ് ഗൈസ് ഇതിലുള്ളത്. നല്ല അടിപൊളി കീയാണ് ഗൈസ്. അപ്പം നമുക്കിനി നമ്മളെ മൗസ് ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ മുമ്പ് നമുക്കിതിൻ്റെ ബാക്കും കൂടിയും നോക്കി നോക്കാം ഗൈസ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്റ്റാൻഡാണ് വരുന്നത് ഗൈസ്. സാധാ ഇതിൻ്റെ സ്റ്റാൻഡുകളൊക്കെ ചെറുതാവും. ഇതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളതാണ്. നല്ല അടിപൊളിയാണ് ഗൈസ് കീബോർഡ്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളെ മൗസ് നോക്കി നോക്കാം. ഇത് തൽക്കാലത്തിന് ഇവിടുന്ന് മാറ്റി വയ്ക്കാം ഗൈസ്. ആ C ടൈപ്പ് അഡാപ്റ്റർ ഇതിൻ്റെ ഒപ്പം കിട്ടിയതാണ്. നല്ല കീബോർഡാണ്. ആമസോണിൽ ചെന്നിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പേരടിച്ചു കൊടുത്താൽ മതി. ആൻറ്റി സ്പോർട്സ് MK700V2 അടിച്ചു കൊടുത്താൽ മതി. കീബോർഡിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് കിട്ടും ഗൈസ്. ഇതാണ് മൗസ് ഞാൻ ഓൾറെഡി ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്. വന്നപ്പോൾ ഇത് ഒരു ഡേ ഏർലി വന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയതാണ്. നല്ല മൗസാണ് ഗൈസ് ഇത്. ഇതിൻ്റെ പേര് സെബ്രോണിക്സ് സ്നൈപ്പർ എന്നാണ്. ഗെയിമിംഗ് മൗസാണ് ഇതും. നല്ല അടിപൊളി മൗസാണ്. DC 5 വോൾട്ടും 150 mm മാക്സാണ് ഇതിൽ. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ തൽക്കാലത്തിന് ലാപ്ടോപ്പ് യൂസ് ചെയ്യണില്ല, ഫോണിൽ പ്ലഗ് ഇൻ ചെയ്ത് നോക്കുകയാണ്.
ഗൈസ്. ഫസ്റ്റ് ഒരു റെഡ് ലൈറ്റാണ് ഇത് നമുക്ക് എത്തുന്നത്. പിന്നെ ഗ്രീന് നല്ല ഇതും RGB ലൈറ്റ് ഉള്ളതാണ് ഗൈസ്. നല്ല അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. ഈ സ്വിച്ച് അമർത്തിയാൽ നമുക്ക് മൗസ് പോയിൻ്ററിൻ്റെ സ്പീഡ് കൂടും. പിന്നെ അത് സ്ക്രോൾ വീൽ, ഇത് ഗെയിമിംഗ് മൗസ് ആയതുകൊണ്ട് ഇവിടെ 2 ബട്ടൺസ് വരുന്നുണ്ട്. ഇത് ഫോർവേഡ് ബട്ടൺ, ഇത് ബാക്ക്വേഡ് ബട്ടൺ, പിന്നെ നമ്മൾ സാധാ ലെഫ്റ്റ് റൈറ്റും പിന്നെ ഈ സ്ക്രോൾ ബാറിന് ഒരു ബട്ടൺ. ഇത്ര ബട്ടൺസാണ് ഇതിൽ വരുന്നത്. നല്ലൊരു മൗസാണ് ഗൈസ്. ഇത് ഈ സെബ്രോണിക്സിൻ്റെ സ്നൈപ്പർ. ഇപ്പോൾ വേണ്ടവർ ഇതും വേണ്ടവർ ആമസോണിൽ ചെന്ന് സെബ്രോണിക്സ് സ്നൈപ്പർ എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനെ പറ്റിയൊരു റിവ്യൂ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കീബോർഡും മൗസും കണ്ടല്ലോ, വളരെ നല്ലൊരു കീബോർഡും മൗസുമാണിത്. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഒന്ന് കണക്റ്റാക്കി യൂസ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി കീബോർഡാണ്. ഗെയിമിങ്ങിനൊക്കെ ബെസ്റ്റാണ് ഗൈസ്. പിന്നെ മൗസും അതേപോലെ തന്നെ നല്ല അടിപൊളി മൗസാണ്. ഗെയിമിങ്ങിന് ബെസ്റ്റ് മൗസാണിത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈ മൗസും ആ കീബോർഡും. അപ്പോൾ വേണ്ടവർ ആമസോണിൽ പോയിട്ട് ഞാൻ പറഞ്ഞ ആ പേരടിച്ചു കൊടുത്താൽ മതി, ആമസോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.